ഹേ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് 7up ബോട്ടിൽ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ 7upൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് കട്ട് ചെയ്ത് വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും കേട്ടോ. അതായത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കട്ട് ചെയ്തെടുത്തപ്പോൾ എല്ലാം കൂടെ ഉള്ളിലേക്ക് വളഞ്ഞു പോയതാണ്. ഇത് നമ്മൾ പുറത്തേക്കും ഉള്ളിലേക്കും ആൾട്ടർനേറ്റായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവർ വേസ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിന് വേണ്ട ഫ്ലവർ ഉണ്ടാക്കാം. വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കവർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ ഫുള്ളി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കവർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സ്ക്വയർ ആക്കിയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 to 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് യെല്ലോയും റെഡും ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അത് ഇങ്ങനെ ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ കോണാക്കി മടക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും മടക്കി കൊടുക്കണം. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് തിരിച്ചു പിടിച്ചിട്ട് ആ കോർണർ വരുന്ന ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതാ ഞാൻ ഇതൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിൽ വെച്ച് കൊടുക്കുക അത് ഓരോന്നായിട്ട്. അതിന് നമ്മൾ സ്റ്റെമ്മിൻ്റെ ടിപ്പ് മാത്രം കോണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ആ കട്ട് ചെയ്ത ടിപ്പ് ഉള്ളിലേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്ലവർ നല്ല രീതിയിൽ സെക്യൂറായിട്ട് അവിടെ നിന്നോളും. ഇനി നമുക്ക് ബാക്കി വരുന്ന സ്റ്റെമ്മിലെല്ലാം ആൾട്ടർനേറ്റായിട്ട് റെഡ് ആൻഡ് യെല്ലോ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഫ്ലവർ വെച്ചതിന് ശേഷം ബെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ചതിന് ശേഷം ഫ്ലവർ അവിടെ സെക്യൂറായിട്ട് നിന്നോളും. പിന്നെ സ്റ്റെമ്മിൽ വെക്കാൻ നേരത്തെ ഹോൾ ഇടുമ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെം എത്ര കട്ടിയിലാണോ കട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പകുതി വലിപ്പം മതിയാകും ഫ്ലവറിൻ്റെ ഹോൾ കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ ഒരു ക്രാഫ്റ്റ് വീഡിയോയിൽ ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വാൾ ഡെക്കോർ സജഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മളത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ അതിനെ പറ്റിയ ഐഡിയാസൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗായ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.